نستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസിനികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സർവലോക രക്ഷിതാവും അളവറ്റ ദയാപരനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും അവന്റെ മാർഗനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ പ്രത്യേകം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ എവരെയും ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന അവൻ യഥാർത്ഥ ഇബാദുകളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നതാണ്. ഇന്ന് ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായിക്കൊണ്ട് ആചരിക്കുന്ന ദിവസമാണ്. ലഹരിയുടെ അപകടത്തെ സംബന്ധിച്ച്, അതിന്റെ പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ച്, അത് വ്യക്തിക്കും കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനും ഉണ്ടാക്കുന്ന കോട്ടങ്ങളെ സംബന്ധിച്ചൊക്കെ മനുഷ്യരെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഐക്യരാഷ്ട്രസഭ ആഹ്വാനം ചെയ്ത ദിനമാണ് ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായിക്കൊണ്ട് ആചരിക്കപ്പെടുന്നത്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ തന്നെ ഏറെ അപകടകരമായ രീതിയിൽ ഈ ലഹരിയുടെ വ്യാപനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, അതിന്റെ അപകടങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെയും തന്നെ. ഇതിനെതിരെ ശക്തമായി കൊണ്ടുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായി കൊണ്ട് മുന്നിട്ടിറങ്ങേണ്ടവരാണ് പ്രത്യേകിച്ച് സത്യവിശ്വാസികൾ. ഇവിടെ സർക്കാർ സംവിധാനങ്ങളിൽ ശക്തമായി കൊണ്ടുള്ള ബോധവൽക്കരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ഈ ഒരു സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ ഓപ്പറേഷൻ തൂഫാൻ ദിനാർക്കോ ഹണ്ട് എന്ന പേരിൽ വളരെ ശക്തമായി കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലും സാഹചര്യത്തിലുമാണ് നമ്മളുള്ളത്.
ലഹരിക്കെതിരെ തൂഫാനായിക്കൊണ്ട്, തൂഫാൻ എന്ന് വെച്ചാൽ അത് അറബി പദമാണ്. തൂഫാൻ, കൊടുങ്കാറ്റ് എന്നാണ് അതിന്റെ അർത്ഥം. തൂഫാൻ ലഹരിക്കെതിരെ ആഞ്ഞടിക്കുന്ന ഒരു കൊടുങ്കാറ്റായിക്കൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. 3 ആഴ്ച കൊണ്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകൾ 1650-ലധികമാണ്. 3 ആഴ്ച കൊണ്ട് അറസ്റ്റിലായപ്പെട്ടവരുടെ എണ്ണം ഈ ലഹരിയുടെ വിഷയത്തിൽ മാത്രം 1500-ലധികമാണ്. കേവലം 3 ആഴ്ച കൊണ്ട്. എന്തുമാത്രം അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ലഹരി നമ്മുടെ നാട്ടിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കേവർക്കും കൃത്യമായി കൊണ്ട് അറിയാവുന്നതാണ്. നമ്മുടെ ഈ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ തിന്മകളുടെയും കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ പലപ്പോഴും അതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വില്ലൻ എന്ന് പറയുന്നത് ഈ ലഹരിയാണ്, അല്ലേ? ഏത് ക്രൈം എടുത്ത് പരിശോധിക്കുമ്പോഴും അതിലൊക്കെ ലഹരിക്കുള്ള പങ്ക് നിർണായകമാണ് എന്ന് അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഒക്കെ വെളിവാക്കുമ്പോ നാം കൃത്യമായി കൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഈ ലഹരിയുടെ അപകടത്തെ സംബന്ധിച്ച്, ഈ ലഹരിയുടെ പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ച്, അത് വ്യക്തിക്കും സമൂഹത്തിനും രാജ്യത്തിനും ഉണ്ടാക്കുന്ന ദോഷവശങ്ങളെ കുറിച്ച് കൃത്യമായി കൊണ്ട് പരിശുദ്ധ ഇസ്ലാം 1400 വർഷങ്ങൾക്ക് മുന്നേ മാനവരാശിയോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതാണ് എല്ലാവരും ഏറ്റെടുത്തുകൊണ്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഇസ്ലാം കൃത്യമായി കൊണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇതാ ലഹരി എന്നുള്ളത് അത് അപകടമാണ്. അത് മനുഷ്യനെയും അവന്റെ കുടുംബത്തെയും രാജ്യത്തെയും സമൂഹത്തെയും നശിപ്പിക്കും. മാത്രമല്ല അവന്റെ പരലോക ജീവിതത്തെയും നാളെ അവൻ പ്രവേശിക്കാതിരിക്കുന്ന സ്വർഗത്തെയും ഒക്കെ നഷ്ടപ്പെടുത്തി കളയുന്ന മഹാവിപത്താണ് ലഹരി എന്ന് 1400 വർഷങ്ങൾക്ക് മുന്നേ പരിശുദ്ധ ഇസ്ലാം കൃത്യമായി കൊണ്ട് പറഞ്ഞു വെക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ നിങ്ങളെ ആമുഖമായി കൊണ്ട് കേൾപ്പിച്ച വചനം സൂറത്തുൽ മാഇദയിൽ ഉള്ളതാണ്. സൂറത്തുൽ മാഇദയിലെ 90-ാമത്തെ വചനം അല്ലാഹു പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പ്രത്യേകം പറയുക, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം, നിശ്ചയമായും മദ്യമുണ്ടല്ലോ, വൽ മൈസിർ ചൂതാട്ടമുണ്ടല്ലോ, വൽ അൻസാബു വൽ അസ്ലാം പ്രതിഷ്ഠകളും പ്രശ്നം വെക്കുന്ന അമ്പുകളും ഉണ്ടല്ലോ, ഇവയൊക്കെയും തന്നെ റിജ്സും മിൻ അമലി ശൈത്താൻ, അത് പിശാചിന്റെ അമലാണ്, പിശാചിന്റെ പ്രവൃത്തിയാണ്. അല്ലാഹു പറയുന്നു, ഫജ്തനിബൂ, നിങ്ങൾ അതിനോട് അടുക്കരുത്, നിങ്ങൾ അതിൽ നിന്ന് വെടിയണം, ലഅല്ലകും തുഫ്ലിഹൂൻ, എങ്കിൽ നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. കൃത്യമായി കൊണ്ട് പറഞ്ഞു വെച്ചു, അല്ലേ? അത് പൈശാചികമാണ്. ലഹരി എന്ന് വെച്ചാൽ അത് പൈശാചികമാണ്, കൃത്യമായി കൊണ്ട് പിശാചിന്റെ പ്രവർത്തനത്തിൽപ്പെട്ടതാണ്. അതിൽ നിങ്ങൾ വെടിയണം, നിങ്ങളോട് അതിനോട് അടുത്തു പോകരുത് എന്നാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ ആഹ്വാനം എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവിടെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ക്രൈമിന്റെയും അടിസ്ഥാനം പരിശോധിക്കുമ്പോ ലഹരിയായിക്കൊണ്ട് കാണപ്പെടുന്നത് ഇത് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, മദ്യം, ഖംർ എന്നുള്ളത് അത് തിന്മകളുടെ മാതാവാണ്. അതൊരുപാട് തിന്മകളെ ജനിപ്പിക്കും. ആ മദ്യം ഒരുപാട് തിന്മകളെ അത് ജനിപ്പിക്കും എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് ഫജ്തനിബൂ, നിങ്ങൾ അതിനോട് അടുക്കരുതേ, അതിൽ നിന്ന് അകന്നു നിൽക്കണമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ചരിത്ര സംഭവം നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരാളെ പറ്റിയിട്ട് റസൂൽ പറഞ്ഞു കൊടുത്തതാ ആ ചരിത്ര സംഭവം. അതെന്താ? ഒരു ആബിദായിട്ടുള്ള, നല്ല
ആബിദായിട്ടുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. ആരാധനയിലൊക്കെ കൃത്യത പാലിക്കുന്ന ആബിദായ മനുഷ്യൻ. ഈ മനുഷ്യനെ വഴിതെറ്റിക്കാൻ പിശാച് തീരുമാനിച്ചു. ആ ഒരു സ്ത്രീ എന്ത് ചെയ്യാണ്? ഈ മനുഷ്യനെ വഴിതെറ്റിക്കാൻ വേണ്ടി തീരുമാനിക്കുക. എങ്ങനെയെങ്കിലും ഈ മനുഷ്യനെ വഴിതെറ്റിക്കണം, വഴികേടിലാക്കണം. ഒരു സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് എന്ന വ്യാജേന ആ മനുഷ്യനെ വീടിന്റെ അകത്തേക്ക് വിളിച്ചു കയറ്റുകയാണ്. ആ സ്ത്രീ ആ മനുഷ്യനെ ഒരു സാക്ഷി പറയാൻ വേണ്ടിയിട്ട് വ്യാജേന ആ വീട്ടിലേക്ക് വിളിച്ചു കയറ്റി. എന്നിട്ട് വാതിലുകൾ ലോക്ക് ചെയ്തു. വാതിലുകളൊക്കെ താഴിട്ട് പൂട്ടി. ആ ആബിദായ മനുഷ്യനോട് പറഞ്ഞു, ഇതാ നിങ്ങൾക്ക് ഇവിടുന്ന് പുറത്ത് കിടക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് ഈ വീട്ടിൽ നിന്ന് പുറത്ത് കിടക്കാൻ കഴിയില്ല. 3 ഓപ്ഷൻ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. 3 കാര്യങ്ങൾ, ഇതിൽ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്തിട്ടല്ലാതെ നിങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. എന്തെല്ലാമാണ് മനുഷ്യന്റെ മുന്നിൽ വെച്ച 3 കാര്യങ്ങൾ എന്നറിയുമോ? 1, ഈ പെണ്ണുമായി കൊണ്ട് വ്യഭിചാരത്തിൽ ഏർപ്പെടുക, ഈ സ്ത്രീയുമായി കൊണ്ട് വ്യഭിചാരത്തിൽ ഏർപ്പെടുക. ഇതായിരുന്നു 1ാമത്തെ ഓപ്ഷൻ. 2ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, ചെറിയ കുട്ടി. ആ കുട്ടിയെ നിഷ്കരണം വധിച്ചു കളയുക. ഇതായിരുന്നു 2ാമത്തെ ഓപ്ഷൻ. 3ാമത്തെ ഓപ്ഷൻ, അവിടെയുള്ള ഒരു പാത്രത്തിൽ മദ്യമുണ്ടായിരുന്നു, ഈ മദ്യം മുഴുവൻ കുടിക്കുക. ഇതായിരുന്നു ആ മനുഷ്യനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വെച്ച 3 ഓപ്ഷൻ. മനുഷ്യൻ ആലോചിച്ചു, ഇത് വിചാരം വലിയ പാതകമാണ്, വലിയ തിന്മയാണ്, അതെനിക്കൊരിക്കലും ചെയ്യാൻ സാധ്യമല്ല. അതുപോലെ തന്നെ ഒരു പിഞ്ചുകുട്ടിയെ വധിച്ചു കളയുക വൻ പാപമാണ്, വലിയ അപരാധമാണ്, അത് എനിക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. പിന്നെ അവിടുന്ന് രക്ഷപ്പെടാൻ അദ്ദേഹം കണ്ട ഏക വഴി, മറ്റുള്ളവർക്കൊരു അപകടമില്ലാത്ത, മറ്റുള്ളവർക്കൊരു പ്രയാസമില്ലാത്ത ഒരേ ഒരു വഴി കണ്ടത് അവിടെയുള്ള മദ്യം കുടിക്കുക എന്നത് മാത്രമായിരുന്നു. ആ മദ്യം കഴിക്കുക എന്നത് മാത്രമായിരുന്നു പിന്നീട് അദ്ദേഹം കണ്ടത്. ഇതിനേക്കാളൊക്കെ താരതമ്യേന അഹുവനായിട്ടുള്ള, ഏറ്റവും ഇതിനേക്കാൾ മറ്റു 2 കാര്യങ്ങളെക്കാളും ലളിതമായ ഒരു കാര്യമായി കൊണ്ട് അദ്ദേഹം ആ മദ്യം സെലക്ട് ചെയ്തു. ആ മദ്യം അദ്ദേഹം കുടിച്ചു. ഗത്യന്തരമില്ലാതെ മദ്യം കഴിച്ചു. ആ മദ്യം മുഴുവൻ കുടിച്ചു തീർത്തു. അദ്ദേഹത്തിന്റെ ബുദ്ധി മറിയുകയാണ്, ലഹരി അദ്ദേഹത്തിന്റെ തലയ്ക്ക് ബാധിക്കുകയാണ്. അങ്ങനെ ആ മനുഷ്യൻ ആ സ്ത്രീയെ വ്യഭിചരിക്കുകയാണ്. തന്റെ മുന്നിൽ കണ്ട ആ സ്ത്രീയെ മദ്യത്തിന്റെ ലഹരിയിൽ വ്യഭിചരിക്കുകയും അതിന് തടസ്സമായി നിൽക്കുന്ന ആ പിഞ്ചുകുട്ടി ബഹളം വെക്കുമെന്ന് വിചാരിച്ച് ആ പിഞ്ചുകുട്ടിയെ വധിച്ചു കളയുകയും ചെയ്തു. നോക്കൂ നിങ്ങൾ, ആ മദ്യത്തിൽ നിന്ന് എന്തുമാത്രം തെറ്റാണ്, തിന്മകളിലേക്കാണ് വ്യാപിച്ചിട്ടുള്ളത്. അദ്ദേഹം മദ്യം സെലക്ട് ചെയ്തത് മറ്റുള്ള 2 തിന്മകളും ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഈ മദ്യം കഴിച്ചതോടുകൂടി മറ്റു 2 തിന്മകളിലേക്കും അദ്ദേഹം കടന്നു ചെല്ലുകയാണ്. ഇതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചത്, അൽ ഖംറു ഉമ്മുൽ ഖബായിസ്. ഖംറുണ്ടല്ലോ, മദ്യമുണ്ടല്ലോ, ലഹരിയുണ്ടല്ലോ, അത് ഉമ്മുൽ ഖബായിസാണ്, തിന്മകളുടെ മാതാവാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ 1400 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ മുന്നിൽ പറഞ്ഞു വെക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ലഹരി, എല്ലാ ലഹരികളും പരിശുദ്ധ ഇസ്ലാം ഹറാമാക്കിയിട്ടുണ്ട്. അൽ ഖംർ എന്ന് വെച്ചാൽ മാ യുഹ്മറുൽ അഖ്ല എന്നാണ്. ഖംർ എന്നാണ് വിശുദ്ധ ഖുർആൻ മദ്യത്തിന് പ്രയോഗിച്ചത്. ഖുർആനിൽ ആ ഖംർ എന്ന പദത്തെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് അൽ ഖംർ. ഖംർ എന്ന് വെച്ചാൽ മാ യുഹ്മറുൽ അഖ്ല, അഖ്ലിനെ മറക്കുന്നതെന്തും ഖംറാണ്, ബുദ്ധിയെ മറക്കുന്നതെന്തും ഖംറാണ്. ഖംറിന്റെ കാറ്റഗറിയിലാണ് ലഹരി ഉണ്ടാക്കുന്ന എല്ലാം കടന്നു വരുന്നത്. അതുകൊണ്ട് എല്ലാ ലഹരികളും ഹറാമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു, കുല്ലു മുസ്കിരിൻ ഹറാം. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. കുല്ലു മുസ്കിരിൻ ഹറാം, എല്ലാ ലഹരിയും ഹറാമാണ്, നിഷിദ്ധമാണ്. കുല്ലു മുസ്കിരിൻ ഖംറുൻ, എല്ലാ ലഹരികളും ഖംറാണ്, മദ്യമാണ്, ബുദ്ധിയെ മറക്കുന്നതാണ്. വകുല്ലു ഖംറിൻ ഹറാമുൻ, അങ്ങനെ ബുദ്ധിയെ മറക്കുന്നതെല്ലാം നിഷിദ്ധമാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ചികിത്സക്ക് പോലും മദ്യം ഉപയോഗിക്കരുത് എന്നാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചത്. അല്ലെ, ചികിത്സക്ക് പോലും മദ്യം ഉപയോഗിക്കരുത്. പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പറഞ്ഞു, പ്രവാചകനെ, ഞങ്ങൾ ചികിത്സക്ക് വേണ്ടി മദ്യം ഉപയോഗിക്കാറുണ്ട്, രോഗം മാറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മദ്യം ഉപയോഗിക്കാറുണ്ട്. ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ കൊടുത്ത മറുപടിയുണ്ട്, ഇന്നഹാ ലൈസത്ത് ബിദവാഇൻ വലാകിൻ ഹദാഉൻ. മദ്യം ഒരിക്കലും മരുന്നല്ല, അത് ദാഉൻ. മദ്യം അത് രോഗമാണ്,
അതൊരിക്കലും ചികിത്സക്കുള്ള മരുന്നല്ല, അത് രോഗമാണ് എന്നാണ് പരിശുദ്ധ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതേപോലെ തന്നെ എല്ലാ തിന്മകളുടെയും താക്കോലായിക്കൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ മദ്യത്തെ പറയുകയുണ്ടായി. നമുക്ക് കാണാൻ സാധിക്കും, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, വലാ തശ്റബിൽ ഖംറ, ഒരിക്കലും മദ്യം കുടിക്കരുത്. കാരണം ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശർരിൻ, ആ മദ്യം എന്ന് പറയുന്നത് എല്ലാ തിന്മകളുടെയും താക്കോലാണ്, എല്ലാ തിന്മകളിലേക്കും ചെല്ലാനുള്ള ഒരു കീയാണ്, ഒരു താക്കോലാണ് മദ്യമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നാം അതിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിച്ചു നോക്കണം, പരിശുദ്ധ ഇസ്ലാം കടന്നു വന്നിരുന്ന സാഹചര്യമുണ്ട് അല്ലെ? പരിശുദ്ധ ഇസ്ലാം കടന്നു വന്ന സാഹചര്യം എന്തായിരുന്നു? അവിടുത്തെ അറേബ്യൻ ജനതയുടെ അവസ്ഥ കള്ളിലും പെണ്ണിലും മദ്യത്തിലും യുദ്ധത്തിലും ഊട്ടപ്പെട്ടിരുന്ന സമൂഹം, ആ സമൂഹത്തിലേക്കാണ് പരിശുദ്ധ ഇസ്ലാം കടന്നു വരുന്നത്. എത്രത്തോളമായിരുന്നു അവർക്ക് മദ്യത്തോടുള്ള ഉപ്പ് എന്ന് കവിതകളിലൂടെ നമുക്ക് കാണാൻ കഴിയും. ജാഹിലിയ്യ കാലഘട്ടത്തിലെ കവിതകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നതാണ് മദ്യത്തെക്കുറിച്ചുള്ള വർണ്ണനകൾ, മദ്യത്തെക്കുറിച്ചുള്ള കവിതകൾ. അതോടൊപ്പം തന്നെ അവര് എഴുതി വെക്കുമായിരുന്നു എന്നുള്ളതാണ് കവിതയിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഇദാ മുത്തു ഫദ്ഫിന്നി ഇലാ ജംബി കറമത്തിൻ തുർവാ ബിദാമി ബഅദ മൗതി ഉറൂഹാ വലാ തദ്ഫിന്നി ബിൽ ഫലാതി ഫഇന്നനി അഖാഫു ഇദാ മാ മുത്തു അല്ലാ അദുഖുഹാ. ഒരു ശിഖറി കവിതയിലൂടെ അവർ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യമാണ്. എന്താണെന്നറിയോ? ഇതാ മുത്തു, ജാഹിലിയ്യ കാലഘട്ടത്തിലെ ആളുകൾ അവർ പറയാണ്, ഇതാ മുത്തു, ഞാൻ മരണപ്പെട്ടാൽ ഫദ്ഫിന്നി ഇലാ ജംബി കറമത്തിൻ, മുന്തിരിവള്ളിയുടെ താഴ്ഭാഗത്ത് നിങ്ങൾ എന്നെ മറവ് ചെയ്യണം. മരണപ്പെട്ടാൽ മുന്തിരിവള്ളിയുടെ താഴ്ഭാഗത്ത് എന്നെ മറവ് ചെയ്യണം. കാരണം എന്തിനാ? എന്റെ മരണത്തിന് ശേഷം എന്റെ എല്ലുകൾക്ക് അതിൽ നിന്നുള്ള സത്ത ലഭിക്കാൻ വേണ്ടിയിട്ട് ആ മുന്തിരിവള്ളിയിലൂടെ, അതിന്റെ വേരിലൂടെ എന്റെ എല്ലുകളിലേക്ക് ആ മുന്തിരിയുടെ ലഹരി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ നിങ്ങൾ മുന്തിരിവള്ളിയുടെ താഴെ കബറടക്കണമെന്ന് അവർ കവിതയിലൂടെ പറഞ്ഞു വെക്കുകയാണ്. പിന്നെ പറഞ്ഞു, വരാത്തതിൽ പലാത്തി പഠിത്തനി, എന്നെ മൈതാനത്ത് നിങ്ങൾ മറവ് ചെയ്യരുത്. കാരണം മുത്തു അല്ലാതുക, മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അത് ആസ്വദിക്കാൻ കഴിയില്ലല്ലോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിലേക്കാണ് പരിശുദ്ധ ഇസ്ലാം കടന്നു വരുന്നത്. ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിലേക്കാണ് പരിശുദ്ധ ഇസ്ലാം കടന്നു വരുന്നത്. പിന്നീട് കണ്ട കാഴ്ച നമ്മൾ എന്താണ്? ഇങ്ങനെയുള്ള ഒരു സമൂഹത്തെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റിയെടുക്കുകയാണ്. കുന്തും ഖൈറ ഉമ്മ, ഇതാ ലോകത്തിന് മാതൃകയാക്കാൻ പറ്റിയ, റോൾ മോഡലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സമൂഹത്തെ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സൃഷ്ടിച്ചെടുക്കുകയാണ്. എന്തിലൂടെ? ഒരേ നിയമങ്ങൾ വെച്ചല്ല, കുറെ നിയമങ്ങൾ കൊണ്ടുവന്നുകൊണ്ടല്ല, മറിച്ച് പരിശുദ്ധ ഇസ്ലാം ആ രംഗത്ത് ചെയ്തിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള പ്രായോഗികമായിക്കൊണ്ടുള്ള നിർദ്ദേശങ്ങളിലൂടെ, പരിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളിലൂടെ അവരെ മാറ്റിയെടുക്കുകയാണ് അല്ലേ? അതിന് അവരോട് പറഞ്ഞത് നിങ്ങൾ കള്ളു കുടിക്കരുതെന്നല്ല, നിങ്ങൾ കള്ളു കുടിക്കരുത് എന്നല്ല പരിശുദ്ധ ഇസ്ലാം ആദ്യമായി അവരോട് പറഞ്ഞത്. ഐഷ റളിയല്ലാഹു പറയുന്നുണ്ട് പ്രവാചകനോട്, പ്രവാചകരെ, താങ്കളെങ്ങാനും വന്ന് ഈ സമൂഹത്തോട് നിങ്ങൾ കള്ളു കുടിക്കരുത് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞാൽ അവർ ഒരിക്കലും അതിൽ നിന്ന് മാറുമായിരുന്നില്ല, അവർ ഒരിക്കലും അത് സ്വീകരിക്കുമായിരുന്നില്ല. പക്ഷേ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തത്? പരിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങൾ ഘട്ടം ഘട്ടമായിക്കൊണ്ട് അവർ അതിൽ മാറ്റിയെടുക്കുകയാണ്. അതാണ് ബോധവൽക്കരണം അല്ലേ? അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധമുണ്ടാക്കി കൊടുത്തു, പാരത്രിക ലോകത്തെ കുറിച്ചുള്ള ചിന്തയുണ്ടാക്കി കൊടുത്തു. മരണാനന്തരം ഒരു ജീവിതമുണ്ട്. ഇവിടെയുള്ള കേവലം സുഖങ്ങളോ നൈമിഷികമായിട്ടുള്ള ആനന്ദങ്ങളോ അല്ല, ഇതിനപ്പുറം ശാശ്വതമായിക്കൊണ്ടുള്ള ലോകം വരാനിരിക്കുന്നുണ്ട്. അവിടെ രക്ഷാശിക്ഷകളുണ്ട്, മരണശേഷം ചോദ്യങ്ങളുണ്ട്, വിചാരണയുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്. എല്ലാം കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചു കൊടുത്തു അല്ലേ? ഇതാണ് ആദ്യമായി കൊണ്ട് ചെയ്തത്. പിന്നീട് പറഞ്ഞു, നിങ്ങൾ നമസ്കരിക്കാൻ വരുമ്പോ കള്ളു കുടിക്കരുത് കേട്ടോ. രണ്ടാം ഘട്ടം, നിസ്കാരത്തിന് വരുമ്പോൾ നിങ്ങൾ കള്ളു കുടിക്കരുത് കേട്ടോ. എല്ലാത്തപ്പം കുടിച്ചു. നിസ്കാരത്തിലേക്ക് വരുമ്പോൾ തീർന്ന് കള്ളു കുടിച്ചുകൊണ്ട് നിങ്ങൾ വരുന്നത് രണ്ടാം ഘട്ടം.
മൂന്നാമത്തെ ഘട്ടം വീണ്ടും ആയിത്തിറങ്ങുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് അവരോട്, ആ ജനതയോട് ഒരൊറ്റ ചോദ്യം ചോദിക്കേണ്ട ആവശ്യമേ വന്നിട്ടുള്ളൂ. ഫഹൽ അൻതും മുൻതഖൂൻ, ഇനിയും നിങ്ങൾക്ക് ഇതിൽ നിന്ന് വിരമിക്കാനായിട്ടില്ലേ? ഇനിയും നിങ്ങൾക്ക് ഇതിൽ നിന്ന് വിരമിക്കാനായിട്ടില്ലേ എന്നുള്ള സൂറത്ത് മാഇദയുടെ ചോദ്യം. ഇത് കേട്ടതോടുകൂടി അവരൊന്നടങ്കം പറഞ്ഞു, ഇതാ ഞങ്ങളിതാ വിരമിച്ചിരിക്കുന്നു, ഞങ്ങളിതാ വിരമിച്ചിരിക്കുന്നു. മദ്യരാജാക്കന്മാർ മദ്യത്തിന്റെ ചഷകൾ അതിനെ ദിവസം തച്ചുടക്കുകയാണ്. മദ്യം ഇങ്ങനെ ചാരിട്ടൊഴുകുന്ന അവസ്ഥയുണ്ടാകുകയാണ്. ഈ ആയത്തിറങ്ങിയപ്പോ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ വായിൽ കൈയിട്ട് ഛർദ്ദിച്ചു കളഞ്ഞു. മദ്യം നിരോധിക്കപ്പെട്ടിരിക്കുന്നു, നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആയത്തിറങ്ങിയപ്പോ അവർ അതിനെ മനസ്സാ വാചാ കർമ്മണ സ്വീകരിക്കുകയുണ്ടായി. ഇതാണ് പ്രിയപ്പെട്ടവരെ നമുക്കും ചെയ്യാനുള്ളത്, നമുക്കും നിർവഹിക്കാനുള്ളത്. ലഹരിക്കെതിരെ കൃത്യമായി കൊണ്ടുള്ള ബോധവൽക്കരണം ഉണ്ടാകണം. നമ്മുടെ മഹല്ലുകളിൽ, നമ്മുടെ യൂണിറ്റുകളിൽ അതിന്റെ അപകടങ്ങൾ സംബന്ധിച്ച് പറയണം. നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ഒന്നുണ്ട്. പലപ്പോഴും സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് വെച്ചാൽ ഇത്തരത്തിൽ ലഹരിക്ക് അടിമപ്പെട്ടു പോയ ആളുകൾ ഒറ്റപ്പെടുത്തുക. അങ്ങനെ ഒറ്റപ്പെടുത്തി അവര് സമൂഹം ഒരു ലഹരിയുടെ ആളാക്കി അവനെ കൊണ്ട് മാറ്റി നിർത്തും. പിന്നീട് അവൻ അതിലൊരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ അവരൊരു മദ്യപാനി, അവരൊരു കള്ളുകുടിയൻ, അവൻ ലഹരിക്കാരൻ, ഒന്നിനും കൊള്ളാത്തവനായിക്കൊണ്ട് സമൂഹം അതിനെ മാറ്റി നിർത്തും. പാടില്ല. ചേർത്ത് പിടിക്കണം, അവനെ ചേർത്ത് പിടിക്കണം. അവനെ ചേർത്ത് പിടിച്ച് അവന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവന്റെ കൂടെ ഉണ്ടാകണം. അവന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കണം, അവന് വേണ്ട കൗൺസിലിംഗ് കൊടുക്കണം, അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാക്കി കൊടുക്കണം. അവനെ കേൾക്കണം. അവന് ചിലപ്പോ എന്തോ ഒരു പ്രയാസത്തിന്റെ പേരിൽ, ചില ദുർബല നിമിഷത്തിന്റെ പേരിൽ, എന്തോ ഒരു സമ്മർദ്ദത്തിന് വഴി പെട്ടുപോയതായിരിക്കാം. അങ്ങനെ പെട്ടുപോയവരെ സമൂഹം പിന്നെ കാണുന്നത് മദ്യപാനിയായിക്കൊണ്ട് ചാപ്പ കുത്തുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അവനെ ചേർത്ത് പിടിച്ച് അവന്റെ പ്രശ്നങ്ങൾ കേൾക്കാനും അവന് വേണ്ട കൗൺസിലുകൾ നൽകാനും സാധിക്കണം. കുടുംബം ശ്രദ്ധിക്കണം. അവനെ തള്ളിപ്പറയാതെ, അങ്ങനെയുള്ള ആളുകളെ തള്ളിപ്പറയാതെ അവരെ കേൾക്കാൻ, ക്ഷമയോടുകൂടി കേൾക്കാൻ, അവന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ, അവന് വേണ്ട കൗൺസിലിംഗ് നടത്താൻ, അതുപോലെ തന്നെ ഡീ അഡിക്ഷൻ സെന്ററിലേക്ക് അവരെ കൊണ്ടുപോകാൻ ഒക്കെ ചെയ്യണം. മദ്യം എന്ന് പറയുന്നത് ഒരു രോഗമാണ്, അതൊരു ഡിസോർഡറാണ്. അത് മനുഷ്യന്റെ മനസ്സിനെ ബാധിക്കുന്ന, മൈൻഡിനെ, തലച്ചോറിനെ ബാധിക്കുന്ന രോഗമായിക്കൊണ്ടാണ് പഠിപ്പിക്കപ്പെടുന്നത് സയൻസ് പോലെ. അതുകൊണ്ട് രോഗികളെ ട്രീറ്റ് ചെയ്യുന്നത് പോലെ ഇത്തരത്തിലുള്ള ആളുകൾ ട്രീറ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. അവരെ മാറ്റി നിർത്താൻ പാടില്ല, അവരെ ഒറ്റപ്പെടുത്താൻ പാടില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഈ ഒരു മദ്യ നിർമ്മാർജ്ജനം ചെയ്യുന്ന വിഷയത്തിൽ നമുക്ക് വലിയ പങ്കുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. സർക്കാർ സംവിധാനങ്ങളോടൊപ്പം തന്നെ നമ്മളും അതിന്റെ യോദ്ധാവായി, വാരിയറായിട്ട് നമ്മളും മാറണം. ലഹരിക്കെതിരെയുള്ള നമ്മുടെ നാട്ടിലൊക്കെ അവസ്ഥകളുണ്ടല്ലോ, പേടിപ്പിക്കുന്നതാണ് അല്ലെ? സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ലഹരി മാഫിയ സംഘങ്ങൾ, പ്രത്യേകിച്ച് മലബാറിൽ ഒരുപാടുണ്ട്. ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് ഇതിന്റെ കൂടെ വരുന്നത്. കുട്ടികൾ അതിന്റെ കാരിയറാണ്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്ന് പ്രവാചകൻ പഠിപ്പിച്ചില്ലേ? ഒരു മനുഷ്യൻ തന്റെ കൂട്ടുകാരന്റെ മതത്തിലായിരിക്കും എന്നാണ് റസൂൽ ഓർമ്മപ്പെടുത്തിയിട്ടില്ലേ? അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ ആരുടെയുമായി കൂടെ കൂട്ടുകൂടുന്നത് നമ്മൾ അറിയണം. തുറന്ന സംസാരങ്ങൾ ഉണ്ടാകണം. വീട്ടിൽ തുറന്ന് സംസാരിക്കുന്ന അവസരങ്ങൾ ഉണ്ടാകും, സാഹചര്യങ്ങൾ ഉണ്ടാകണം. സ്നേഹം കൊടുക്കണം. സ്നേഹം കൊടുക്കാതെ ഒറ്റപ്പെടുത്തുമ്പോഴാണ് പലപ്പോഴും പല ആളുകളും ലഹരിയിലേക്ക് എത്തിപ്പെടുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. അവരെ കേൾക്കാനും അവർക്ക് പരിഗണിക്കാനും രക്ഷിതാക്കളെ തയ്യാറാകണം. അങ്ങനെ ആ വലിയൊരു ഉത്തരവാദിത്വം നമ്മുടെ മുന്നിലുണ്ട് അല്ലെ? പറഞ്ഞത് കുല്ലുക്കും എല്ലാവരും ചോദ്യം ചെയ്യപ്പെടും. നിങ്ങളുടെ കയ്യിലുള്ള ആളുകളെ പറ്റിയിട്ട് ചോദ്യമുണ്ട്. അത് കൃത്യമായി നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ആ മദ്യവുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അതിന്റെ അപകടങ്ങൾ പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് അതിൽ നിന്ന് അത്തരത്തിലുള്ള ആളുകൾ പിന്തിരിപ്പിക്കാൻ ഉള്ള ശ്രമങ്ങൾ ഉണ്ടാകണം. ഇതിന്റെ ഗൗരവത്തോളം എന്ന് വെച്ചാൽ ആ മദ്യപാനി ഒരിക്കലും സ്വർഗത്തിൽ കിടക്കുകയില്ല എന്നാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചത്. മദ്യത്തിന് അഡിക്റ്റായവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, മദ്യം വിളമ്പുന്ന പാർട്ടിയിൽ പങ്കെടുക്കാൻ പാടില്ല. നമ്മൾ വിചാരിക്കും ഞാൻ കുടിക്കുന്നില്ലല്ലോ പാടില്ല. മദ്യം വിളമ്പുന്ന കല്യാണങ്ങളിൽ, മദ്യം വിളമ്പുന്ന സൽക്കാരങ്ങളിൽ, മദ്യം വിളമ്പുന്ന പാർട്ടികളിലേക്ക് പോലും
ഒരു വിശ്വാസിക്ക് പങ്കെടുക്കാൻ പാടില്ല എന്ന് പരിശുദ്ധ ഇസ്ലാമിന്റെ നിർദ്ദേശമാണ്. ആ മദ്യം വിളമ്പുന്ന പാത്രത്തിൽ ഭക്ഷണം പോലും കഴിക്കാൻ പാടില്ല. മദ്യം വിളമ്പുന്ന ഗ്ലാസിൽ വെള്ളം കുടിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമാണ്. മദ്യവുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിട്ടുണ്ട്. അല്ലാഹു ശപിച്ചിട്ടുണ്ട്. ലഅനല്ലാഹുൽ ഖംറ വലഅന ശാരിബഹാ വസാഖിഹാ വഅദ്റഹാ വമുതസിലഹാ വബാഇഹാ വമുതാഅഹാ വഹാമിലഹാ വൽമഹ്കൂലത ഇലൈഹി വആകിൽ ഫമനിഹാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, മദ്യവുമായി ബന്ധപ്പെട്ട മദ്യത്തെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. അത് കുടിക്കുന്നവനെ, അത് ഉണ്ടാക്കുന്നവനെ, അത് ആർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. അത് വിൽക്കുന്നവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. അത് വാങ്ങുന്നവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. ആർക്ക് വേണ്ടിയിട്ടാണോ വാങ്ങിക്കൊടുക്കുന്നത് അവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. ആർക്ക് വേണ്ടിയിട്ടാണ് അത് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത്, അത് വഹിച്ചു കൊണ്ടുപോകുന്നത് അവനെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. അതിന്റെ വില ഭക്ഷിക്കുന്നവനെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് അത്രത്തോളം അപകടകരമാണ് കാര്യങ്ങൾ. അതുകൊണ്ട് അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുക. സദാ ജാഗരൂകരായിട്ട് നമ്മൾ നിലകൊള്ളുക. മഹല്ലുകളും ഒക്കെ അതിന്റെ കൂടെ ഉണ്ടാകണം എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും ഒക്കെ ഇത്തരത്തിലുള്ള മഹാവിപത്തുകളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. إن الحمد لله والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. സർവ്വലോകരക്ഷിതാവ് വളവറ്റ ദയാപരമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും അവന്റെ മാർഗ്ഗനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലയിൽ പ്രത്യേകം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ലഹരിയുമായി ബന്ധപ്പെടുന്ന എല്ലാത്തിൽ നിന്നും അകന്നു നിൽക്കണമെന്നുള്ളതാണ്. ലഹരി എന്ന് പറയുമ്പോൾ ഒരുപാട് ഐറ്റംസുകളുണ്ട്, വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇനങ്ങളുണ്ട്. ഇവിടെ വീര്യം കുറഞ്ഞതും കൂടിയതുമുണ്ട്. ഒരു വിശ്വാസിക്ക് വീര്യം കുറഞ്ഞതും പറ്റില്ല, വീര്യം കൂടിയതും പറ്റില്ല. അമിതമായി ഉപയോഗിക്കുന്ന ലഹരി ഉണ്ടാക്കുന്നത് അതിന്റെ കുറച്ചുപോലും നിഷിദ്ധമാണ്. ധാരാളമായി കൊണ്ട് ഉപയോഗിച്ചാൽ ലഹരി ഉണ്ടാക്കുന്നത് അതിന്റെ കുറച്ച് ഉപയോഗിക്കുന്നത് പോലും നിഷിദ്ധമാണ് എന്നാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒരു ലഹരിയിലേക്കും ഒരു വിശ്വാസിക്ക് പോകാൻ പാടില്ല. നമ്മൾ ലഹരിയെപ്പറ്റി ധാരാളമായിക്കൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ സർവ്വസാധാരണയായിക്കൊണ്ട് നമ്മൾ പല ആളുകളും അശ്രദ്ധമായിട്ടോ അല്ലയോ ബോധപൂർവമോ ചെയ്യുന്ന ഒരു കാര്യമാണ് പുകവലി. നമ്മൾ പുകവലി ലഹരിയായിട്ട് നമ്മൾ എണ്ണാറില്ല. അതിന്റെ ഗൗരവം നമ്മൾ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കാറില്ല. ആ ലഹരി വസ്തുവായില്ലെങ്കിൽ അത്തരത്തിലുള്ള പുകവലിക്കുന്ന സാധനങ്ങളുമായിക്കൊണ്ട് അത് പോക്കറ്റിലിട്ട് നിസ്കരിക്കാനും വരും, പള്ളിയിലേക്കും വരും, ഒക്കെ വരും. അതൊരു വിഷയമല്ലാത്ത രീതിയിലാണ് പല ആളുകളും അത്തരത്തിലുള്ള അതിനോടുള്ള സമീപനം. നമ്മൾ നെഞ്ചത്ത് കൈവച്ച് ചോദിക്കേണ്ട ഒരു ചോദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. സൂറത്തു ബഖറയിലൂടെ അല്ലാഹു പറയാണ്, വലാ തുൽഖൂ ബിഐദീകും ഇലത്തഹ്ലുക. നിങ്ങൾ നിങ്ങളെ നാശത്തിലേക്ക് തള്ളിവിടരുത്. നിങ്ങളുടെ കരങ്ങളെ നിങ്ങൾ നാശത്തിലേക്ക് തള്ളിവിടരുത്. സ്മോക്കിംഗ് എന്ന് വെച്ചാൽ അതൊരു സൈലന്റ് കില്ലറാണ്. എല്ലാവർക്കും അറിയാലോ, അതിന്റെ പെട്ടിയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇൻജൂറിയസ് ടു ഹെൽത്ത് ആണ്. അതിന്റെ ചിത്രങ്ങളൊക്കെ കണ്ടാൽ തന്നെ പേടിയാവും ആ പാക്കറ്റുമിൽ, അല്ലെ? നാശത്തിലേക്കാണ്, നാശത്തിലേക്ക് കൊണ്ടുപോകും. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ശ്വാസകോശ പ്രശ്നങ്ങൾ, ക്യാൻസർ പോലും അതുകൊണ്ട് വരും. എന്താ പറയാണ്, നിങ്ങൾ നിങ്ങളെ തന്നെ നാശത്തിലേക്ക് കൊണ്ടുപോകരുത്. അപ്പൊ അത് ചെയ്യുന്ന ആളുകൾ നെഞ്ചത്ത് കൈവടിച്ച് ചിന്തിക്കുക, ഞാനിത് എന്റെ നന്മക്കാണോ അതല്ല എന്റെ നാശത്തിനാണോ ഞാനത് ഉപയോഗിക്കുന്നത്? എന്റെ നാശത്തിലേക്ക് കൊണ്ടുവിടലല്ലേ ഇത് എന്ന് ആലോചിക്കുക. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ആരോഗ്യം നഷ്ടപ്പെടുത്തുകയാണ്. അതോടൊപ്പം സാമ്പത്തികമായ നഷ്ടം, സാമ്പത്തികമായ ദോഷം, അല്ലെ? എത്ര ഒരു പാക്കറ്റിന്റെ എത്രയാ ഓരോരുത്തരുടെ ദിവസം വലിച്ചു കൂട്ടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഇസ്രായിലൂടെ പറഞ്ഞു, വലാ തുബദ്ദിറ തബ്ദീറാ. ധനം അന്യായമായി കൊണ്ട് ചെലവഴിക്കാൻ പാടില്ല. അങ്ങനെ ചെലവഴിക്കുന്ന ആളുകൾ ഇഖ്വാന ശയാത്തീൻ, പിശാചിന്റെ ബ്രദേഴ്സാണ്.
അവർ സാത്താന്റെ സഹോദരങ്ങളാണ്, പിശാചിന്റെ സഹോദരങ്ങളാണെന്നാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള നഷ്ടം അവിടെ വരുന്നു. അതോടൊപ്പം തന്നെ മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ട് പരിശുദ്ധ ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. മറ്റൊരാൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, ആരോഗ്യ പ്രശ്നം, അത് വലിക്കുന്നതിനേക്കാൾ വലിയ ആരോഗ്യ പ്രശ്നങ്ങളാണ് അത് ശ്വസിക്കുന്ന ആളുകൾക്കുള്ളത്. എല്ലാവർക്കും അറിയുന്നതല്ലേ. വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു സ്വയം ഉപദ്രവിക്കലുമില്ല, മറ്റൊരാളെ ഉപദ്രവിക്കാനും പാടില്ല. ഇസ്ലാമിന്റെ അധ്യാപകൻ ഇതൊക്കെ വെച്ചുകൊണ്ട് നെഞ്ചത്ത് കൈവച്ച് ചോദിക്കുക, ഇതെനിക്ക് നല്ലതാണോ? അല്ലെ? അങ്ങനെയുള്ള ആളുകൾ തീരുമാനമെടുക്കണം, അത് ഒഴിവാക്കണം. അത് നിങ്ങളുടെ ജീവിതത്തിലെ നന്മയായിരിക്കും, തിന്മയിൽ നിന്ന് മാറി നിൽക്കലായിരിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾ ബോധ്യപ്പെടുത്തുക. നമ്മുടെ കുടുംബത്തിലും സൗഹൃദങ്ങളിലൊക്കെ ഉണ്ടാവുമല്ലോ ആളുകൾ, നമ്മൾ അതിനെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കുക, ബോധവൽക്കരണം നടത്തുക. അള്ളാഹുവിനെ കുറിച്ചുള്ള ഈ ചിന്തകളും ആ സ്മരണകളും ഒക്കെ ആയിക്കൊണ്ട് മുന്നോട്ട് പോകാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഇത്തരത്തിലുള്ള വലിയ വിപത്തുകളിൽ നിന്ന്, ലഹരിയുടെ നാശത്തിൽ നിന്ന് നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ നാടിനെയും നമ്മുടെ രാജ്യത്തെയും അള്ളാഹുവേ നീ കാത്തുരക്ഷിക്കണ റഹ്മാനെ. അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളെ തൊട്ട് അള്ളാഹുവേ കാത്തുരക്ഷിക്കണ റഹ്മാനെ. അള്ളാഹു നമ്മൾ മരണപ്പെട്ടവർ, നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബങ്ങൾ, സഹോദരി സഹോദരന്മാർ, അള്ളാഹു അവർക്ക് നീ മഹ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണം. അള്ളാഹുവേ, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ രോഗം നീ ശരിയാക്കി കൊടുക്കുന്ന റഹ്മാനെ. സാമ്പത്തികമായിക്കൊണ്ട് മാനസികമായിക്കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. അള്ളാഹു അവർക്ക് നീ ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കണം. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم انصر المسلمين في فلسطين، اللهم انصر المسلمين في كل مكان. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله.